ഇത് അടുത്ത റാപ്പിഡോ 149. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മളെ വണ്ടി ഇവിടെ അല്ല, വണ്ടി മേലെ ഇട്ടിക്കാണ്. ഇവിടെ മഴ പെയ്തിട്ട് ആകെ ചളിയായിട്ട് ഇപ്പോൾ മേലെ ഇടല് 2 ദിവസമായിട്ട് മേലെ ഇട്ടിക്കണു. ഇനി നാളെ ഇങ്ങോട്ട് തന്നെ ഇറക്കണം, വണ്ടി കഴുകണം. നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഊബർ ഓണാക്കി നോക്കാം. GPS ഓണാക്കി കൊടുക്കുക. ഓക്കെ, ഊബർ ഓണായിട്ടുണ്ട്. റാപ്പിഡോ ഓണാക്കുക. റാപ്പിഡോയിൽ ഇനി എത്ര എൺ ചെയ്യാൻ പറ്റും? സാധനം ഓണായിട്ടുണ്ട്. റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണാവൂല, അത് കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. 288 അല്ലേ നമ്മളത് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഉണ്ടാവും, കുറച്ചും കൂടി എൺ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. വണ്ടി ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടക്കട്ടെ. ഈ ക്ലോത്ത് കൊണ്ടൊന്ന് എല്ലാം ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബോംബെ കഫേൻ്റെ അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ ഒരു കട ഉണ്ട്. അവിടേക്ക് പോവോളം നമ്മൾ നോക്കും. പോയുമ്പോൾ ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നുകൂടി ഓഫ് ചെയ്തിട്ട് ചായ അടിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് വല്ലാണ്ട് പോന്നിട്ടില്ല. ആ മനുഷ്യൻ നിൽക്കണ അവിടെയാണ് നമ്മളെ റൂം. അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ 160 രൂപയുടെ എന്തോ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപർണ എന്നാണ് പേര്. അതായത് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് എടുക്കാം. 3.3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിക്കപ്പ്. അത് കുഴപ്പമില്ല, ഊബർ ഓഫ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഊബർ ഓഫ് ചെയ്യാം നമുക്ക്. ട്രിപ്പ് റിക്വസ്റ്റ് പുഷ്ഡോ, കുഴപ്പമില്ല, അത് ഓണാക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് റാപ്പിഡോൻ്റെ കസ്റ്റമറിനെ പോയി എടുക്കാം. 10 മിനിറ്റ് ഉണ്ടല്ലോ. എവിടെ ഇപ്പോൾ ഇത് സ്ഥലം? നവോദയ ജംഗ്ഷൻ്റെ അവിടെയാണല്ലോ. 160 കിലോമീറ്റർ. അത് എടുക്കാമെന്ന് ഞാൻ നോക്കിയില്ല. കുഴപ്പമില്ല, എടുക്കാം. ഫസ്റ്റ് ട്രിപ്പല്ലേ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ മൂഞ്ചലാണ് കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് ഒരു 100 മീറ്റർ പോന്നപ്പോഴത്തേന് അത് ക്യാൻസൽ ചെയ്ത്. അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മറ്റേ 3 കിലോമീറ്റർ 10 മിനിറ്റ് ഒക്കെ ഉണ്ട് പിക്കപ്പ്. അത് ചിലപ്പോൾ അവർ തന്നെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനി ഊബർ ഓണാക്കാൻ വീണ്ടോ. ഊബറിൽ എന്തോ ഒരു സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഊബറിൽ അക്സെപ്റ്റ് റേറ്റ് 97 ആയിട്ടുണ്ട്. 461 ട്രിപ്പ് എടുത്തു. വേറെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വന്നിക്കണോ? ഇല്ല, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. റാപ്പിഡോയിൽ ഇതാ വേറെ സംഭവം കാണിക്കുന്നത്. 154.4 കമ്മീഷൻ സേവ്ഡോ. ഇതിൻ്റെ ബാക്കിയില്ലേ, ഇത്രയും കൂടി അതിന് ഓടാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണു. ചിലപ്പോൾ ട്രിപ്പ് അടിച്ചു. കുസുമഗിരി ഇൻഫോ പാർക്കിൻ്റെ അവിടേക്കാണ്. വീണ്ടും അപർണ. മറ്റേതും അപർണ ആയിരുന്നില്ലേ? ഇതെവിടുന്ന പിക്കപ്പ്? എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ? ഇത് 1.5 കിലോമീറ്റർ ഉള്ളൂ. ഇതെവിടുന്ന് അല്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഏകദേശം അവിടുന്ന് കേട്ടോ, ഈ നവോദയ ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് ആ പിക്കപ്പ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടായി. ഇനി അവരിട്ട ലൊക്കേഷൻ എന്തെങ്കിലും മാറിയതാണോ അറിയില്ല. അവരും നെട്ടിയിട്ടുണ്ടാവും വീണ്ടും ഈ വണ്ടി തന്നെ കിട്ടി എഴുതിയിട്ട്. അപ്പോൾ ഊബറിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത്. ക്യാൻസൽ ആവാൻ ചാൻസ് ഇല്ല, 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഏതായാലും പോയി ആളെ പിക്ക് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ചായ കുടിക്കാം. അത് ഡ്രോപ്പ് ഓഫ് ഇൻഫോ പാർക്കിലേക്കായിരുന്നു. ഇത് ടാറ്റയുടെ കമ്പനിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വിപ്രോ എന്ന് പറഞ്ഞിട്ട്. വിപ്രോ എന്നുള്ള കമ്പനിക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് ഡ്രോപ്പ്. കൂടുതൽ ഭാഗവും ഈ ടാറ്റയുടെ കമ്പനിക്കും പിന്നെ ആ കാണുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർക്കുമാണ് കൂടുതൽ ട്രിപ്പ് ഉണ്ടാവല്. അപ്പോൾ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. 156 രൂപയാണ് നമുക്ക് കിട്ടിയത്. അത് 169 രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട്. അതിൽ 156 നമുക്ക്. അപ്പോൾ ഇനി എന്തായാലും ഈ റൗണ്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമ്മൾ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേന്ന് നമുക്ക് ചായ കുടിക്കാം. നമ്മൾ ഇന്നാൾ ചായ കുടിച്ച അവിടെ നിന്ന് അതുവരെ ഓണാക്കി പോവും. ട്രിപ്പ് അടിക്കോ ഇല്ലെന്ന് നോക്കി വെക്കാം. ഏതായാലും നമ്മൾ റാപ്പിഡോനൊരു കസ്റ്റമർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഊബറിനെക്കാട്ടുള്ള റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ആളിഞ്ഞത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊബർ ഓണാക്കിയിട്ടുണ്ട്, റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻട്രസിറ്റിൻ്റെ ഹവർലാൻഡിൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓണാക്കിയിടാം നമുക്ക്. അതോ അത് രണ്ടും മറന്നിക്കാണ്. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇൻട്രസിറ്റിയും ഹവർലി റാൻഡിലും നൈറ്റ് 5 മണിയാകുമ്പോൾ ഓഫ് ചെയ്യാം. ഓക്കെ, പിന്നെ ഏതായാലും നമുക്ക് ആംബിയൻസിൻ്റെ അവിടെ പോവാം. അവിടെ പോയാലേ ഇനി ട്രിപ്പ് അടിക്കുള്ളൂ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ചായ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം പിന്നെ ആംബിയൻസിൻ്റെ അവിടെ പോവാം. ആംബിയൻസിൻ്റെ അവിടെ നല്ലൊരു തണലൊക്കെ കിട്ടിയപ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കി ഫാൻ ഇട്ടിട്ട് സീറ്റ് കടന്നപ്പോൾ ഒരു ട്രിപ്പാണ് അടിച്ചു. നമുക്ക് അടുത്ത് തന്നെയാണ്
ശുഭം എന്നാണ് പേര്. ശുഭം ആളിവിടെ നിൽക്കുന്നുണ്ട്, ചെന്ന് നോക്കാം. 550 മീറ്റർ ഉള്ളൂ. ക്യാൻസൽ ആവുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. അത് എറണാകുളം ജംഗ്ഷനിൽ അങ്ങനെ എന്തോ കണ്ടു. 297 രൂപ. ആള് മെസ്സേജ് അയക്കുന്നുണ്ട്, ഹായ് അയക്കുന്നുണ്ട്. നമുക്ക് ഐ ആം ഓൺ മൈ വേ എന്നിടാം. ഇട്ടിട്ടുണ്ട്. എന്തായാലും പോയി ആളെ പിക്കട്ടെ. എറണാകുളം ജംഗ്ഷനിലേക്കായിരുന്നു ഈ പോണ. കാക്കി ടീഷർട്ടാണ് കസ്റ്റമർ. നമുക്ക് 330 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. 282 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10.74 കിലോമീറ്ററോളം അത്യാവശ്യം റേറ്റ് കിട്ടിക്കണം. 33 മിനിറ്റ്. അത് നമ്മൾ 2 ഷോർട്ട് വഴിയിലാണ് പോകുന്നത്. ഒന്ന് നമ്മൾ ഇരുമ്പനം വഴിൻ്റെ അവിടേക്ക് കയറിയിട്ട് അതിൽ കൂടി എരൂര് ടച്ച് ചെയ്തിട്ട് റോഡ് വരുന്നുണ്ട്. ചെറിയ റോഡാണ്. ആ റോഡ് വഴി കയറി പോന്നു. അങ്ങനെ ഒരു 3 കിലോമീറ്റർ കുറഞ്ഞു. പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് ഡ്രോപ്പ് ചെയ്തത്. ആള് 4ാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും 1 കിലോമീറ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ ട്രിപ്പ് അത്യാവശ്യം ലാഭമായിട്ടുണ്ട്. 10 കിലോമീറ്ററിനൊക്കെ 200 രൂപ കിട്ടലുള്ളത്. 282 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് ഈ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറം സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ പോയി പാർക്ക് ചെയ്യാം. ട്രിപ്പ് അടിക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവേക്കരം. ഒരു 10-15 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് അടിയണില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പനമ്പള്ളി നഗറിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പുതുവൈപ്പിക്ക് 230 രൂപ ഉണ്ട്. മനോജാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വൈറ്റിലല്ല, പനമ്പള്ളിയിലാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഞാനൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പനമ്പള്ളി നഗറിലേക്ക് പോന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 230 രൂപയുടെ. പുതുവൈപ്പ് എത്തിയതാണ് നമ്മളെ കസ്റ്റമർ. ഇതൊരു റിസോർട്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ റോഡ് ചെറിയ റോഡാണ്. വൈപ്പിൻ ജംഗ്ഷനിൽ നിന്നൊരു 3 കിലോമീറ്റർ വന്നപ്പോൾ എത്തി. ഉള്ളിലേക്ക് ഒരു വണ്ടി പോകാൻ പറ്റുന്ന റോഡാണിത്. ഞാൻ വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റിസോർട്ടാണ്. ഏതായാലും ഇനി ഇവിടുന്ന് പുറത്തിറക്കട്ടെ. റോഡ് പണിയാണ് അവിടെ. 658 രൂപക്കാണ് ഇന്ന് ഓടിയത്. 3 ട്രിപ്പ്. ഇയാള് ഡോറ് ശരിക്കും അടിച്ചിട്ടില്ല. അയ്യോ, ഇവിടെ പൈസ ഉണ്ടല്ലോ 10 രൂപ. എന്ത് ചെയ്യും? കൊണ്ടേ കൊടുക്കണോ? എന്ത് ചെയ്യും? കൊണ്ടേ കൊടുക്കാല്ലേ? നോക്കി നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അവിടെ കാണുന്നിടത്തുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മൾ ഗൂഗിൾ പേ, ഈ ബിസിനസ് ഗൂഗിൾ പേ ആയതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റൂല. പേയ്മെന്റ് ചെയ്യാൻ പറ്റൂല. സാധാ ഗൂഗിൾ പേ അല്ല. മെസ്സേജ് അയക്കാനും പറ്റൂല. ഏതായാലും കാണുന്നുണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ കൊടുക്കാം. നമുക്കൊരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 3.5 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. എന്താ നമ്മ ഗസ്റ്റിൽ റോക്ക് അപ്പാർട്ട്മെന്റ്സോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇവിടെ അടുത്താണ്. എത്ര മീറ്റർ ഉണ്ടാവട്ടെ? 30 മീറ്റർ കേട്ടോ. 30 മീറ്ററുള്ള ആളെ പിക്ക് ചെയ്യാനുള്ളൂ. 3.5 കിലോമീറ്റർ ഡ്രോപ്പ്. 115 രൂപ. കുഴപ്പമില്ല. കിലോമീറ്ററിന് അത്യാവശ്യം രൂപ കിട്ടും. ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. ഈ ഒരു ഫാമിലി ആയിരുന്നു. ഇതൊരു വില്ലേജ് ഓഫീസാണ്. എന്താ മാമ്പള്ളിയിൽ വില്ലേജ് ഓഫീസിലാണ്. അപ്പോൾ ആളെ കാലിനൊന്നും വയ്യ. രജിസ്റ്റർ ഓഫീസാണ് ഇത്. രജിസ്റ്റർ ഓഫീസ്. പക്ഷെങ്കിൽ ഊബർ നമ്മളെ പറ്റിച്ചു. മറ്റേ മാമ്പള്ളി പറഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ കാട്ടിയത് ഞാറക്കൽ ജംഗ്ഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇനി കുറച്ചുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഒരു പാരം കൂടി ഉണ്ട് പറഞ്ഞു. എൻ്റെ ലൊക്കേഷൻ കഴിഞ്ഞു ചോദിച്ചു. കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ മാമ്പള്ളി ഇത് ഞാറക്കലാണ് പറഞ്ഞത്. മാമ്പള്ളിയാണ് കറക്റ്റ് ഉണ്ടായിരുന്നത്. മാമ്പള്ളി ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ജംഗ്ഷൻ മാമ്പള്ളിന്ന്. പക്ഷേ ഞാറക്കൽ എത്തിയപ്പോൾ ലൊക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ അതുവരെയുള്ള റേറ്റാണ് ഊബറിൽ ആയത്. അത് നമുക്ക് നഷ്ടമായി. നമ്മളെ പറ്റിച്ചു ഊബർ. 181 രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്ത്. 119 രൂപ നമുക്ക് കിട്ടി. 4.36 കിലോമീറ്റർ ഓടി നമ്മള്. സംഭവം വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ പക്ഷെങ്കിൽ നമുക്ക് കണ്ടത് 3.5 കിലോമീറ്റർ ആയിരുന്നു. എക്സ്ട്രാ വീണ്ടും 1 കിലോമീറ്ററോളം പോകുന്നു. 119 രൂപ. ഏതായാലും ട്രിപ്പ് നമുക്ക് ലാഭമാണ്. ഈ ചെറിയ ട്രിപ്പുകളൊക്കെ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. 119 രൂപ 4.5 കിലോമീറ്റർ ആണ് ഓടിയത്. നമ്മൾ 5 കിലോമീറ്റർ വെച്ച് കണക്കൂട്ടിയപ്പോൾ 25 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് ശരിക്കും ഇപ്പം 3.5 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലാഭമായി. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിപ്പുകൾ ഒരു 200-ന് താഴെയുള്ള ട്രിപ്പുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പിന്നെയും കൂടുതൽ കിട്ടും. 115
100 രൂപ. 1.5 കിലോമീറ്ററൊക്കെ ഡ്രോപ്പ് ഉണ്ടാവും. എന്നാലും എനിക്ക് 600 മീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഈ 600 മീറ്ററിനൊക്കെ 115 രൂപ കിട്ടും. 1 കിലോമീറ്റർ തികച്ചില്ല. ഒരു വയസ്സായ അമ്മൂമ്മ അപ്പൂപ്പായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഊബർ ബുക്ക് ചെയ്യും ഇവിടെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഏകദേശം പിക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നപ്പോൾ നല്ലൊരു തണലുള്ള ഏരിയ ഇട്ടിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഫ്രണ്ടാണിത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. ഫുഡ് ഇപ്പോൾ പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് വലിയൊരു വിശപ്പില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം. 2:27 ആയിട്ടുണ്ട് സമയം. നമ്മളിപ്പോൾ ഏൺ ചെയ്തത് 777 രൂപ 40 പൈസ 4 ട്രിപ്പ്. ഊബറിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ, റാപ്പിഡോ ഓടിയിട്ടില്ല, റാപ്പിഡോ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 3:05 ആയിട്ടാണ്. നമ്മളവിടുന്ന് ഫോണിൽ കളിച്ച് അങ്ങനെ ഇരുന്നു. 3:05 ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കടവന്ത്രയിലേക്ക്. 329 ഇത്ര രൂപയുടെ ട്രിപ്പാണ്. ആളെ പിക്ക് ചെയ്യാൻ 1.4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പേര് യെസ് എന്നാണ്. യെസ്, വെറും യെസ് ഇട്ടിട്ടുണ്ട്. ആരാന്നറിയില്ല, എന്തായാലും ചെന്ന് നോക്കട്ടെ. ഇനി 1 കിലോമീറ്ററും കൂടി ഉണ്ട് പിക്കപ്പിന്. കടവന്ത്രയിലേക്കാണ്. ഇപ്പോൾ പിക്ക് ചെയ്തിട്ട് കാണാം, ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്മളിത് 1083 രൂപക്ക് ഓടി. 305 രൂപ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഫെയർ. 18.56 കിലോമീറ്റർ, 19 കിലോമീറ്റർ. അപ്പോൾ ഇനി ഏതായാലും CNG ഇല്ല. CNG 2 വട്ടം CNG ഉള്ളൂ. അപ്പോൾ CNG അടിക്കണം, ഫുഡും കഴിക്കണം. അപ്പോൾ ഏതായാലും വൈറ്റിലെ ജനതാ പമ്പിൻ്റെ അവിടെ പോട്ടെ. അപ്പോൾ നമ്മൾ CNG പമ്പിൽ എത്തിയിട്ടുണ്ട്. ഊബർ ഓഫ് ചെയ്യാണ്. ഫുഡ് കഴിക്കണം, വിശന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഊബർ ഓഫ് ചെയ്ത് റാപ്പിഡോ ഒരു ട്രിപ്പ് ഓടിച്ചിട്ടില്ല. റാപ്പിഡോ ഓഫ് ചെയ്ത് CNG 169 കിലോമീറ്ററാണ് ഓടിയത്. ഇനി 2 വട്ടിയമ്പാടെ ബാക്കിയുണ്ട്. രാത്രി നമ്മൾ 12 മണി വരെ ഓടിയോണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട്. ക്യൂ ആണ്, ക്യൂ. CNG അടിക്കാനൊരു 6 വണ്ടിയിലും ഉണ്ടാവും. അപ്പോൾ ഏതായാലും CNG അടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മളൊരു ചേച്ചിൻ്റെ ഒരു കട ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നല്ല ഊണും കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങും. ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു 3/4 മണിക്കൂറോളം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഊബർ. ഇപ്പോൾ 5:14 ആയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വെൽക്കയർ ഹോസ്പിറ്റലിൽ നിന്നാണ്. വർഷ വെൽക്കയർ ഹോസ്പിറ്റൽ അവിടെയാണ്. അപ്പോൾ അവിടെ യൂട്ടൺ അടിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ ഏതായാലും പോയോട്ടെ. ചെറിയൊരു ട്രിപ്പാണ്, തൃപ്പൂണിത്തറക്കുള്ള ട്രിപ്പാണ്. അങ്ങനെ ആ ട്രിപ്പ് ഓടിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ്റെ ഏകദേശം അടുത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ എത്തും, റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പോൾ ഇനി ഈ സമയം അവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിയാൻ ചാൻസ് ഉണ്ട്, അവിടെ നിന്ന് അടിയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ബ്ലോക്കുള്ള സമയമാണ്. നല്ലൊരു പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ അടിയിലാണ്, പാലത്തിൻ്റെ അടിയിൽ സൈഡാക്കിയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഓടിയത് 1192 റുപ്യ, 6 ട്രിപ്പ്. റാപ്പിഡോയിൽ ട്രിപ്പൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ട്രിപ്പ് 157 രൂപ ഇപ്പോൾ ട്രിപ്പ് അടിച്ചത്. അത് നമുക്ക് 5.50 കിലോമീറ്റർ, 17 മിനിറ്റ്. ക്യാഷ് കളക്ട് 110 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 157 നമ്മളെ ഏണിങ്സ്. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഊബർ ഓഫ് ചെയ്തു. റാപ്പിഡോയിലാണ് അടിച്ചത്. 300 എത്ര ഉണ്ടായിരുന്നു. പ്രീതി എന്നാണ് പേര്. 1.5 കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട്. 1 കിലോമീറ്റർ പിക്കപ്പ്. ഏതായാലും ആളെ പോയി പിക്കട്ടെ. 5 മിനിറ്റ്. നല്ല ബ്ലോക്ക് ഉള്ള സമയം തോന്നുന്നുണ്ട് റാപ്പിഡോയിൽ. എത്ര കിലോമീറ്റർ ഞാൻ നോക്കിയില്ല. 300 എത്ര ഉണ്ട്. ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്തിട്ടു. കാരണം ഇനി ഊബറിൽ വല്ല 100 റുപ്യാൻ്റെ ട്രിപ്പ് അടിച്ചാൽ നമ്മൾ മൂഞ്ചും. ഇതുണ്ടോ റാപ്പിഡോയിൽ ഇത് ഓട്ടോമാറ്റിക്കലി പോകുന്നൊരു മെസ്സേജാണ്. എൽ ബി ദർ സൂൺ കൈൻഡ്ലി വെയിറ്റ് ഫോർ മീ അല്ലേ. അത് ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റ് ചെയ്താൽ പോകും. അപ്പോൾ ആൾ മെസ്സേജ് അയച്ചു കഷ്യൂർ. പിന്നെ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഓൺ മൈ വേ, പ്ലീസ് ഡോണ്ട് ക്യാൻസൽ, അതൊക്കെ അടിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ട്രാഫിക് എന്നുള്ള അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് പിന്നെ ഓട്ടോമാറ്റിക്കലി പോയതാണ്. അപ്പോൾ അവിടെ ഷുവർ. ഏതായാലും പോയി ആളെ പിക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും ആൾ ക്യാൻസൽ ചെയ്യില്ല, ആള് ഷുവറിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഊബർ എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ടാവില്ലേ ഇവരെ. നല്ല സർജുള്ള സമയമാണ്, ഡിമാൻഡുള്ള സമയമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ആളെ പോയി പിക്കട്ടെ. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പെരുമ്പടപ്പ് പോയി അങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു 4-5 കിലോമീറ്റർ കയറി പോന്നിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 കിലോമീറ്റർ ചെറിയൊരു റോഡ് കൂടി, ഇതാണ്ട് ഈ റോഡ് ബാക്കോട്ട്. ഇപ്പം ഞാൻ മെയിൻ റോഡിൻ്റെ പെരുമ്പടപ്പ് റോഡിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാപ്പിഡോയിലെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടോ റീചാർജ് പ്ലാൻ ആസ് എക്സ്പയർഡ് എന്ന് കാണിക്കുന്നുണ്ട്. റീചാർജ് നൗ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ 339 രൂപ ഇന്ന് ഏൺ ചെയ്തു. 150 എത്ര നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും 69ൻ്റെ ഒരു പാക്കേജ് നമുക്ക് കയറ്റാം. 1000 രൂപ ഏൺ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ റാപ്പിഡോയിൽ 22,655 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൽ 10,000 20,000 എന്തോ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഇനി 1000 ഏൺ ചെയ്യാൻ വേണ്ടി 69. ആ 69 ഇവിടെ 81 രൂപ ആയിട്ടുണ്ട്. ടാക്സ് അടക്ക GST ആൻഡ് പ്ലാറ്റ്ഫോം ഫീ വിൽ സ്റ്റിൽ ബി ഡെഡിക്കേറ്റഡ്. അത് വിഷയമല്ല, 81 രൂപയല്ലേ, 1000 റുപ്യക്ക് പോകണുള്ളൂ. ഊബറിൽ എല്ലാ ട്രിപ്പിനും കമ്മീഷനും പിടിക്കുന്നുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം ഫീ ആണെങ്കിൽ ഡെയിലി ഒരു 49 പിടിക്കും. അപ്പോൾ ഇനി ഇത് പേയ്മെൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻ 81 ടു റാപ്പിഡോ. കൺഗ്രാസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, റീചാർജ് സക്സസ്ഫുൾ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് അടിയൂല. പക്ഷെ ഇത് ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ പ്ലാന് കഴിഞ്ഞപ്പോൾ ഓണാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 81 റീചാർജ് ചെയ്തിട്ടുണ്ട്. ഊബർ ഓണാക്കിയിട്ടുണ്ട്. 1192 രൂപക്കാണ് ഊബർ ഓടിയത്. റാപ്പിഡോയിൽ ഇപ്പോൾ 339 രൂപയും. അതിൽ നമ്മൾ ലാസ്റ്റ് ഓർഡർ 21.25 രൂപ നമുക്ക് പെർ കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര കിലോമീറ്ററാണ്? 2.35 കിലോമീറ്റർ പിക്കപ്പും 15.95 കിലോമീറ്റർ ഡ്രോപ്പും 16 കിലോമീറ്റർ. 16ഉം ഇതിൻ്റെ 2 17 18 19 കൂട്ടിക്കോ. 339 അരിക്കണം 19 17 റുപ്യ വെച്ചിട്ട് കിട്ടിക്കണേ. പിക്കപ്പിൻ്റെ അവർ കൂട്ടൂല. പിക്കപ്പിൻ്റെ കൂട്ടിയാലും നമുക്ക് 17 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഊബറിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു കിലോമീറ്ററിൻ്റെ ട്രിപ്പൊക്കെ നമുക്ക് 14 റുപ്യ 15 രൂപയ്ക്ക് തരുള്ളൂ. റയറായിട്ട് തരുള്ളൂ 18 19ഒക്കെ. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഉൾഗ്രാമത്തിലാണ് ഉള്ളത്. മുപ്പത്തടത്തിൻ്റെ അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ നേരത്തേക്ക് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഒരു അരമണിക്കൂർ നിന്ന് നോക്കാം. 6:58 അതിൻ്റെ ഒരു 7 വരെ ഇവിടെ നിന്നിട്ട് നമുക്ക് നേരെ ആ തോപ്പുംപടി ഭാഗത്തേക്ക് പോയേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുള്ളൂ ചെയ്യാം. നമുക്കൊരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിലാണ് അടിച്ചിട്ടുള്ളത്. ഞാൻ യാത്രയും പാടെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഇൻട്രസിറ്റി ആർദ്ര 900 മീറ്റർ ഉള്ളൂ പിക്കപ്പിനുള്ളൂ. എറണാകുളം നോർത്തിക്കാണ്. ഈ പെരുമ്പടപ്പിൻ്റെ അവിടെ നിന്ന് ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കുമ്പളങ്ങി ഭാഗത്തേക്ക് എറണാകുളം ഇൻട്രസിറ്റിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് 400 സംതിങ് കണ്ടിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റാണ് സമയം കണ്ടത്. നല്ല ബ്ലോക്ക് ഉണ്ടാവും. എന്തായാലും ആളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. കസ്റ്റമർ എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഊബറാണ്. ഹലോ ഊബറാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതാണ് ആ ഗേറ്റ്. നമ്മളാ നിൽക്കുന്ന അവിടുന്ന് 2 വീട് ബാക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് അപ്പുറം പോയിട്ട് ഒടിച്ചു വന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ ആളെടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പട്ടി ഭയങ്കര കൊര. പിന്നെ ഇത് ഇൻട്രസിറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 25 എത്ര കിലോമീറ്റർ ഉള്ളൂ. സമയം കൂടുതലുണ്ട്. 400 സംതിങ് ഉണ്ട് ഊബറിൽ. അപ്പം മറ്റേത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് തൃപ്പൂണിത്തറ ഭാഗത്തു നിന്നാണ്. റാപ്പിഡോയിൽ ഇൻട്രസിറ്റിക്ക് റേറ്റ് കൂടുമോന്നില്ല എനിക്കറിയില്ല. ട്രിപ്പിൽ അങ്ങനെ ഒരു ഇൻട്രസിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നല്ല വന്നത്. സാധാരണ ട്രിപ്പ് പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ഊബറിൽ റേറ്റ് നോക്കിയിട്ടുണ്ടാവും. ഇതിൽ കൂടുതലാണെന്ന് കണ്ടപ്പോൾ റാപ്പിഡോ യൂസ് ചെയ്തതാവും. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അതിൽ 17,000 റുപ്യ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല.
നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് നമ്മളെ പാലാരോട്ടത്തുള്ള റിനൈ മെഡിസിറ്റിയിലേക്കായിരുന്നു, ഹോസ്പിറ്റലിലേക്കായിരുന്നു, അവരെ ചെറിയ കുട്ടിനെ കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1610 ഊബറിൽ. സമയം 8:22 ആയിട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ. 8:22, ഏകദേശം ബ്ലോക്കൊക്കെ തീർന്നിട്ടുണ്ടാവും. 417 രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. 7:14 കിട്ടിയതാണ് ഈ ട്രിപ്പ്. ഇപ്പോൾ 8:22 ആയി. അതിനെടുത്ത സമയം 50 മിനിറ്റ്, കറക്റ്റ് 50 മിനിറ്റ് എടുത്തിട്ടുണ്ട് സമയം. 20.89 കിലോമീറ്ററും 567 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. 417 നമ്മളെ ഏണിങ്സ്. ഞാൻ യാത്രി റാപ്പിഡോ എല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ പുറത്ത് മെട്രോൻ്റെതായൊരു സ്പോട്ട് ഉണ്ട്, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് ഏതായാലും അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 300 മീറ്റർ അടുത്തുനിന്നാണ്. ശോഭ ഊബർ തന്നെയാണ് അടിച്ചത്. ഞാൻ ഇവിടെ കറക്റ്റ് ഇവിടെ കയറ്റി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ച് പോയി പിക്ക് ചെയ്യട്ടെ. ചെറിയ ട്രിപ്പാണ്, പച്ചാളത്തേക്കാൻ തോന്നുന്നുണ്ട്. ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് കറക്റ്റ് അറിയില്ല റാപ്പിഡോനെ കുറിച്ച്. ഓക്കെ, അതെ ഞാനിവിടെ നല്ല സന്തോഷിച്ച് വന്നു. വേഗം ഊബർ ഓണാക്കട്ടെ, അത് അറിയാണ്ടായതാണ്. ഞാൻ പറഞ്ഞു ഇവിടെ റാപ്പിഡോ ബുക്ക് ചെയ്തിരുന്നോ, ഇവിടെ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാ. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റാപ്പിഡോയിലാണ് വന്നു ചോദിച്ചു. പറഞ്ഞു എന്നാൽ നിങ്ങൾ ആപ്പ് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യോ, ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്, ചിലപ്പോൾ അറിയാണ്ടായതാവും, ഒന്ന് ക്യാൻസൽ ചെയ്യുമോ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 15 രൂപ കിട്ടിയിട്ടാ. കസ്റ്റമർ ക്യാൻസൽഡ് റൈഡർ. ആദ്യമായിട്ടാണ് റാപ്പിഡോ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പൈസ കിട്ടണേ. ഇവിടം വരെ വന്നിട്ടതായിരിക്കും. 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പൈസയായി. പിന്നെ ഊബറിൽ അടിക്കട്ടെ. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിലാണ് അടിച്ചത്. ഫാത്തിമ മരട് നെട്ടൂരിലേക്കാണ് അടിച്ചത്. 215 എത്ര ഉണ്ട്. പിക്കപ്പ് പോയിന്റ് 1.8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി 1.5 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്. നമ്മളെ മേനകൻ്റെ അവിടെ നിന്നാണ്. ഇതിപ്പോൾ ഹൈക്കോട്ടാണ്. മേനകൻ്റെ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇപ്പം റാപ്പിഡോയിൽ ട്രിപ്പ് വന്നു 10 കിലോമീറ്റർ 246 രൂപ. അതെന്ത് സംഭവം എന്നാവും, രാത്രി ആയതുകൊണ്ട് റേറ്റ് കൂടിയതാണോ ബ്ലോക്ക് ഉണ്ടായിട്ടാണോ എന്നറിയില്ല. 10 കിലോമീറ്റർ 246 രൂപ, നല്ല ഫെയർ. ഇതടുത്ത റാപ്പിഡോ 149, 4.2 കിലോമീറ്റർ ഡ്രോപ്പ്, 150 റുപ്യ. അത് പോയി. മറ്റേത് സ്പോട്ട് പോയി. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. റാപ്പിഡോയിൽ നല്ല അടിയുണ്ട്. 296 റുപ്യക്ക് 8 കിലോമീറ്റർ ഡ്രോപ്പിന്റെ ട്രിപ്പൊക്കെ വന്നത്. അതുപോലെ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമ്പോൾ അടുത്ത ട്രിപ്പ് വരിക, പിന്നെ 2 ട്രിപ്പൊക്കെ സ്ക്രീനിൽ വരിക. അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് ഞാൻ റാപ്പിഡോ ഓഫ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ആ ഫാത്തിമാൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 121ന്റെ ട്രിപ്പ് അടിച്ചു ഊബറിൽ, ഇവിടെ മരട് ന്യൂക്ലിയസ് മാൾക്ക്. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രിപ്പ് വരുന്നുമില്ല. അതാ എറണാകുളം വൈറ്റില ഭാഗത്തൊക്കെ നല്ല അടിയുണ്ട് റാപ്പിഡോയിൽ. നമ്മളെന്തായാലും അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്താൻ പോവാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഇവിടെ ഒരു അരമണിക്കൂർ കൂടെ തന്നെ കിടക്കാം. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് എന്നിട്ട് ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കം പോലെ ഇങ്ങനെ വണ്ടി എടുത്ത് നീങ്ങാം. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. വിദ്യാനഗർ കോളനി തൃക്കാക്കര. എല്ലാത്തിലും ഇടാം. റാപ്പിഡോയിലൂടെ, യാത്രയിലൂടെ, ഇതിൽ തൃക്കാക്കര. ഓക്കെ, ഇനി യാത്രയിൽ എടച്ചിറ, കൊച്ചിൻ, ഡയരി, കാക്കനാട്, എടപ്പള്ളി, കൊല്ലം കുടുംബങ്ങൾ. അപ്പോൾ എല്ലാത്തിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി ഏതിലാണ് ട്രിപ്പ് അടിക്കാൻ നോക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇന്നത്തെ പരിപാടി നിർത്തി, വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രണ്ട് മാച്ച് അടിച്ചു 120. അപ്പോൾ ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്ത്, കാരണം ഇനി ട്രിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് റേറ്റ് പോകും. 2113 രൂപയാണ് ഊബറിൽ ഓടിയത്. റാപ്പിഡോയിൽ നമ്മൾ 300 എത്ര ഓടിയുണ്ട്, 354 രൂപക്ക് ഓടിയുണ്ട്. യാത്രയിലൊന്നും ഓടിയിട്ടില്ല. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് എവിടേക്കും ട്രിപ്പ് അടിച്ചില്ല. പിന്നെ ഞാൻ ഫുഡും വാങ്ങിയിട്ട് വെള്ളം ഒരു ക്യാനും വാങ്ങി. പിന്നെ മൊബൈൽ ഷോപ്പ് കയറിയിട്ട് നമ്മളൊരു OTG വാങ്ങി, OTGൻ്റെ കണക്ടർ.